കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. 2 പ്രാവശ്യം ദൈവമായ കർത്താവ് ശാസിക്കുകയാണ്. ശാസിക്കുക എന്ന് പറയുന്ന ടെക്നിക്കൽ ടേമാണ് ബൈബിളിൽ. ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിക്കുക. ശാസന എന്നുള്ളത് കർക്കശമായിട്ട് നോ, തുടരാൻ പാടില്ല, മാറ് എന്നുള്ളതാണ് ശാസന. അപ്പം നിന്നെ ശാസിക്കുന്നു എന്ന് ദൈവമായ കർത്താവ് സാത്താനോട് പറയുന്നു. 1 പറഞ്ഞു, സാത്താൻ പോയില്ല. 2ാമത് പറഞ്ഞു, സാത്താൻ പോയില്ല. പാപം നീങ്ങാത്തടത്ത് നരകരാജ്യം മാറില്ല, മാറില്ല, മാറില്ല. ഇവിടെ സക്കറിയ 3 ഒന്നുമല്ല വാക്യങ്ങളിൽ ഒരു വലിയ പുരോഹിതനെ കാണുക. പ്രധാന പുരോഹിതനായ ജോഷുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ആരോപിക്കാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. സക്കറിയ അന്നത്തെ പ്രവാചകൻ, പ്രധാന പ്രവാചകനാണ്. അന്നത്തെ മാർപ്പാപ്പയാണ്, അവരുടെ മാർപ്പാപ്പയാണ് പ്രധാന പുരോഹിതൻ ജോഷുവ. അന്നത്തെ മാർപ്പാപ്പയെക്കുറിച്ച് അന്നത്തെ പ്രവാചകൻ ആരെപ്പറ്റി പറയുന്നു? 1ാമത്തെ നമ്പർ 1 ആളാണ്. ആര് പറയുന്നു? സമ്മതനായ വ്യക്തിയാണ്. എന്തു പറയുന്നു? ഗൗരവമുള്ള ആരോപണമാണ്, വിഷയമാണ്. കർത്താവ് കാണിച്ചു തന്നു. ഇവിടെ പറഞ്ഞിരിക്കുക, കർത്താവ് കാണിച്ചു തന്നു. തോന്നിയെന്നല്ല, ഒരു ദർശനം പോലെ കിട്ടിയെന്നല്ല, ശങ്കയൊന്നുമില്ല, അവിടുന്ന് കാണിച്ചു തന്നു. ഉറപ്പുള്ള ദർശനമാണ് സക്കറിയ പങ്കുവെക്കുന്നത്. അപ്പോൾ അത് വളരെ ഗൗരവമാണ്, ഞടുക്കുന്നതാണ്. ഈ പ്രധാന പുരോഹിതന്റെ പക്കൽ സാത്താൻ എന്താ കാര്യം നമുക്ക് വേണ്ട തോന്നിപ്പോകും. ആ സമൂഹത്തിൽ അന്ന് ഏറ്റവും അലമ്പ് കാണിച്ച് ജീവിക്കുന്ന, സകല തെന്മേലും മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കാണിച്ചു കൊടുത്തിട്ട് സാത്താൻ നിൽക്കുന്നതായിട്ട് പറഞ്ഞാൽ ആർക്കും തിരിയും. ഇത് അന്നത്തെ ടോപ്പ് മോസ്റ്റ് റിലീജിയസ് ഫിഗറാണ്, സ്പിരിച്വൽ ഫിഗറാണ് പ്രധാന പുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ പക്കൽ സാത്താൻ നിൽക്കുന്നു കുറ്റം ആരോപിക്കാൻ. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള, പിരിമുറക്കമുള്ള ദർശന പങ്കുവെക്കലാണ്. 2ാം വാക്യം കൊണ്ട് ദർശനം തുടരുകയാണ്. കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, കർത്താവ് നിന്നെ ശാസിക്കുന്നു. ജെറുസലേമിനെ തിരഞ്ഞെടുക്കുന്ന കർത്താവ് നിന്നെ ശാസിക്കുന്നു. 2 പ്രാവശ്യം ദൈവമായ കർത്താവ് ശാസിക്കുകയാണ്. ശാസിക്കുക എന്ന് പറയുന്ന ടെക്നിക്കൽ ടേമാണ് ബൈബിളിൽ. ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിക്കുക. ശാസന എന്നുള്ളത് കർക്കശമായിട്ട് നോ, തുടരാൻ പാടില്ല, മാറ് എന്നുള്ളതാണ് ശാസന. ചെയ്യുന്ന കാര്യം, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കറക്റ്റ്, ശരിയല്ല, തുടരാൻ പാടില്ല, അതാണ് വഴക്ക് പറയുന്നതാണ് ശാസിക്കുന്നത്. അപ്പം നിന്നെ ശാസിക്കുന്നു എന്ന് ദൈവമായ കർത്താവ് സാത്താനോട് പറയുന്നു. 1 പറഞ്ഞു, സാത്താൻ പോയില്ല. 2ാമത് പറഞ്ഞു, സാത്താൻ പോയില്ല. നമ്മളെ കാണിച്ചു കൊടുക്കുക. ഇത് ഒന്ന് ഓർക്കണം, വാക്കിൻ്റെ വില, ഒരു വാക്കിൻ്റെ വിലയെന്ന് പറയുന്നത് പറയുന്ന ആളിനെ അനുസരിച്ചാണ്. ദൈവത്തിൻ്റെ വാക്കിന് ദൈവത്തോളം വിലയാണ്. അത് യോഹന്നാൻ 1:1, ആദിയിൽ വചനം, വാക്കുണ്ടായിരുന്നു. വാക്ക്, വചനം, ലോഗോസ്, ദൈവത്തോട് കൂടിയായിരുന്നു, ദൈവമായിരുന്നു. വാക്ക്, ലോഗോസ്. ആ വചനം മാംസമായി ഈശോ, വചനം മാംസമായി ഈശോ, ഈശോ ദൈവം തന്നെ. അവിടെ ഈശോയുടെ വാക്കിന് ദൈവത്തിൻ്റെ വിലയുണ്ട്. ലാസറെ പുറത്തു വരിക, ചീഞ്ഞഴിഞ്ഞയാൾ പുറത്തു വന്നു, അല്ലാതിരിക്കാൻ പറ്റത്തില്ല. ആദിയിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഇല്ലായ്മയിൽ നിന്നുണ്ടായി. കൊടുങ്കാറ്റ് ശമിക്കട്ടെ, ഈശോ പറഞ്ഞു, തൽക്ഷണം ശാന്തതയുണ്ടായി. യോവാറസന്റെ വീട്ടിൽ ബാലിക എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞു, മരിച്ചു കിടന്ന കൊച്ചു ചാടി എണീറ്റു. കുഷ്ഠം മാറട്ടെ എന്ന് പറഞ്ഞു, അപ്പോഴേ കുഷ്ഠം മാറി, ശുദ്ധി വന്നു. അത്യാവശ്യം ഉണങ്ങട്ടെ എന്ന് പറഞ്ഞു, അപ്പോഴേ തൽക്ഷണം ഉണങ്ങിപ്പോയി. അപ്പോസ്തലന്മാർ ആശ്ചര്യപ്പെട്ടു, ഇത്ര പെട്ടെന്ന് ഉണങ്ങിപ്പോയി എങ്ങനെ? വാക്കിൻ്റെ പവർ പറയുന്ന ആളിനെ അനുസരിച്ചാണ്. നമ്മുടെ വാക്കിൻ്റെ വില നമ്മുടെ വിലയാന്ന് ഓർത്താണ്. നമ്മുടെ വില ഒരിക്കലും കളയരുത്. നമ്മൾ നുണ പറയുമ്പോൾ വില പോകുമെന്ന് പറയാറില്ലേ? അപ്പോൾ അതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ദൈവമായ കർത്താവ് കാണിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ശാസിച്ചു. 1 മാറിയില്ല സാത്താൻ, 2 മാറിയില്ല, 3ാമത് ദൈവം ശാസിച്ചില്ല. ഇതൊരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്, സക്കറിയ ഇത് കണ്ടേ, നീ ഇത് ബോധ്യപ്പെട്ടേ, കുറിച്ച് വെക്കണം, ഇത് ബൈബിളിൻ്റെ ഭാഗമാകണം. ലോകാവസാനം വരെ മനുഷ്യവർഗത്തിൻ്റെ വെളിപാടിൻ്റെ ഒരു സ്റ്റേജാണ്, ഒരു ഘട്ടമാണിത്. ശാസിച്ച് സാത്താൻ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, കാണിച്ചു കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി ദൈവം അനീതിയായിട്ട് ഉപയോഗിക്കാതെ നമുക്കറിയാമല്ലോ. 3ാം വാക്യം. ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. തൻ്റെ മുമ്പിൽ നിന്നോട് ദൂതൻ പറഞ്ഞു, അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റുക. ജോഷുവോട് അവൻ പറഞ്ഞു, നിൻ്റെ അകൃത്യങ്ങൾ നിന്ന് അകറ്റിയിരിക്കുന്നു, ഞാൻ നിന്നെ വിശിഷ്ട വസ്ത്രം ധരിപ്പിക്കും. അവൻ തുടർന്നു, അവനെ നിർമ്മലമായി ശിരോവസ്ത്രം അണിയിക്കുക. അപ്പോൾ എന്താണ് ഈ മുഷിഞ്ഞ വസ്ത്രം? അകൃത്യങ്ങളാണ്, പാപങ്ങളാണ്.
അപ്പോൾ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, അകൃത്യങ്ങൾ, പാപങ്ങളുമായിട്ട് ജോഷുവ നിൽക്കുമ്പം 1-ാം വാക്യം പറഞ്ഞു, കുറ്റം ആരോപിക്കാൻ വേണ്ടിയിട്ടാണ് സാത്താൻ നിൽക്കുന്നത്. കുറ്റം ആരോപിക്കാൻ നിൽക്കുകയാണ്. അവർ പാപങ്ങളുണ്ട്, എന്തൊക്കെയോ പാപങ്ങളുണ്ട്. അപ്പോൾ ദൈവമായ കർത്താവ് പാപം നീക്കാതെ സാത്താനെ ശാസിച്ച് പോടാമെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം സാത്താൻ പോയില്ല. ദൈവം 3 ശാസിച്ചില്ല. അതിന് പകരം ദൈവം വേറെ കാര്യം ചെയ്തു, ഈ ജോഷുവയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങളങ്ങ് മാറ്റി. അപ്പോൾ സംഭവിക്കുന്നത് എന്നതാണ്? ഇനി താഴേക്ക് വായിച്ചു നോക്കിക്കോ, ആ ദർശനത്തിൽ സാത്താനില്ല. സാത്താൻ എപ്പോൾ പോയി എങ്ങോട്ട് പോയി എന്ന് അറിയത്തില്ല. അവൻ മറഞ്ഞുപോയി. അവൻ്റെ അവകാശം തീർന്നപ്പം അവൻ വിട്ടുപോയി. വീട് താഴേക്ക് വായിക്കുമ്പം 7-ാം വാക്യം, കർത്താവ് അരുളി ചെയ്യുന്നു, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ എൻ്റെ ആലയത്തെ നീ ഭരിക്കുകയും എൻ്റെ അങ്കണങ്ങളുടെ ചുമതല വഹിക്കുകയും ചെയ്യും. ഇവിടെ നിൽക്കുന്നവരുടെ ഇടയ്ക്ക് കടന്നു വരുന്ന അവകാശം ഞാൻ നിനക്ക് നൽകും. കാര്യം മനസ്സിലായോ? ഇന്നലെ കണ്ടില്ലേ, ജെറമ്യായോട് തമ്പുരാൻ പറഞ്ഞു, നീ വില കെട്ടത് പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നീ എൻ്റെ നാവ് പോലെയാകും. അല്ല, ഇടയ്ക്കിടെ വെള്ളം പറ്റിപ്പോന്ന് ഉറവ പോലെ നീ വിഷമിക്കുന്നു. കണ്ടോ, വിഷമിച്ചില്ലേ? അത് തിരുത്തിക്കേ. സംഭവം ഇതാണ്, നീ വില കെട്ടതിലേക്ക് പോയി. ഇവിടെ ജോഷുവയുടെ പക്ക സാത്താൻ നിൽക്കുന്നു. എന്തു പറ്റി? ഇവിടെ പറഞ്ഞു കണ്ടോ, നീ എൻ്റെ മാർഗത്തിൽ ചരിക്കുകയും എൻ്റെ നിർദ്ദേശം പാലിക്കുകയും ചെയ്താൽ അവിടെ വീഴ്ച വന്നു. തമ്പുരാൻ്റെ മാർഗം വിട്ട് തമ്പുരാൻ്റെ പ്രേരണ അവഗണിച്ച് ഈ പ്രധാന പുരോഹിതൻ ജോഷുവ എന്തോ ചെയ്തു പോയി. അതാണ് സാത്താൻ വന്ന് കയറിയത്. എൻ്റെ മാർഗം വചനം നിത്യജീവനാ. നീ എൻ്റെ മാർഗം വിട്ടുപോയി, ഇടത്തോട്ടോ വലത്തോട്ടോ നീ വ്യതിചലിച്ചു. ഏതോ കാര്യത്തിൽ, എന്താന്ന് പറയുന്നില്ല. ജെറമ്യായുടെയും വീഴ്ച എന്താന്ന് കൃത്യം പറയുന്നില്ല. വിലകെട്ടത് എന്തോ പറഞ്ഞു, എന്ത് വിഷയം എന്നുള്ള പറയുന്നില്ല. ഇവിടെയും പ്രധാനപുരം ജോഷുവയുടെ പാപം എന്താന്ന് പറയുന്നില്ല. പക്ഷെ മാർഗത്തിൽ ചരിച്ചില്ല എന്നുള്ള സൂചന കൃത്യമായിട്ട് വരികയാണ്. അപ്പം അത് നീ തിരുത്തണം. ഇനി അങ്ങനെ നീ വഴിവിട്ട് വേറെ വഴിക്ക് കയറിയത് കൊണ്ട് ഇത് പൈസ സൈന്യത്തിൽ നിൻ്റെ പക്കൽ അവകാശം പറഞ്ഞ് വന്നിരിക്കുകയാണ്. ഇനി അത് സംഭവിക്കരുത്. തമ്പുരാൻ ഇടപെട്ടിട്ട് ആ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി. ദൈവത്തിൻ്റെ ഒരു കടന്ന് കയറിയുള്ളൊരു പെരുമാറ്റമാണത്. തൻ്റെ പ്രധാന പുരോഹിതനല്ലേ. എന്നിട്ട് പറയാണ്, ഇനി നീ സൂക്ഷിക്കണം മോനെ, മാറരുത്. സാത്താൻ വന്ന് കയറും, നിനക്ക് തട്ട് കിട്ടും എന്ന് പറയാണ്. ഇത് കുഞ്ഞു കാര്യങ്ങൾ പോലെ നിഷ്കർഷം. മോശ, നമുക്കറിയാമല്ലോ, സംഖ്യ 20 ഈ പാറയോട് ആജ്ഞാപിച്ച് വെള്ളം പുറപ്പെടുവിക്കാൻ മോശയോട് പറഞ്ഞു. അഹ്റോനും മോശയും കൂടെ അങ്ങ് ചെന്നു. ജനങ്ങളിങ്ങനെ വെള്ളത്തിന് വേണ്ടി പെറുപെറുത്ത് ബഹളം വെച്ചതിൻ്റെ അസ്വസ്ഥതയായിട്ട് മോശ ചെന്നപ്പോൾ അരിശത്തിന് മോശ മറന്നുപോയി എന്താ ദൈവം പറഞ്ഞെന്നുള്ളത്. കൽപ്പിച്ചുകൊണ്ട് വെള്ളം പുറപ്പെടുവിക്കാനാണ് പറഞ്ഞത്. പക്ഷെ മോശ വടിയെടുത്ത് അതിന് മുമ്പൊരുക്കി ചെയ്ത പോലെ പാറയ്ക്കിട്ട് അടിച്ചിട്ട്, നിങ്ങൾക്ക് ആ വെള്ളം തരണോ ധിക്കാരികളെ എന്ന് പറഞ്ഞുകൊണ്ട് നിയന്ത്രണം വിട്ടങ്ങ് പെരുമാറിപ്പോയി. വെള്ളം വന്നു. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, നീ എൻ്റെ നിർദ്ദേശം ശ്രദ്ധിച്ചില്ല, അനുസരിച്ചില്ല. അതുകൊണ്ട് നരകത്തിൽ പോകുന്നൊന്നുമല്ല, നീ തേനും പാലൂടുന്ന കാനാദേശത്ത് നീ ആയിരിക്കാതെ ജനത്തെ കൊണ്ട് പോകുന്നു. അതിനുള്ള കൃപ നിനക്ക് ചോർന്നു പോയി. ദൈവം ശിക്ഷിക്കുന്നതല്ല, ആ ഒരു കൃപയുടെ നിറവ് ഇല്ലെന്നായിപ്പോയി. നെബോമലയിൽ വെച്ച് മോശ മരിച്ചു പോവുകയാണ്. പക്ഷെ താബോർ മല മോശ വന്ന് ഈശോയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്നു. സ്വർഗത്തിലുണ്ട് മോശ, ഒരു കുറവുമില്ല. പക്ഷെ ഭൂമിയിലുണ്ടാകാൻ ലഭിക്കാമായിരുന്നൊരു തൃപ്തിയുടെ ഒരു അവസരം ഇല്ലെന്നായിപ്പോയി. ദൈവം ശിക്ഷിക്കുന്നതല്ല, ദൈവം നമ്മൾ കണ്ട് ശിക്ഷിക്കുന്നില്ല. നമ്മളായിട്ട് ഇറങ്ങിപ്പോൾ ചോർച്ച വരും കുഞ്ഞു കാര്യങ്ങളിൽ പോലും. പങ്കു വെച്ചപ്പോൾ ഒരു ഉദാഹരണം മനസ്സിൽ വന്നു. KSEB ജോലി ചെയ്തൊരു ജോലിക്കാരൻ, 40 വർഷമായി KSEB ജോലിക്കാരനാണ്. ട്രാൻസ്ഫോമറും ലൈനും എല്ലാം ആയിട്ട് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ഓഫീസ് വർക്കല്ല, ഫീൽഡ് വർക്കൊക്കെയാണ്. ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഒരു ദിവസം അങ്ങേര് ഇങ്ങനെ ട്രാൻസ്ഫോമറിൻ്റെ എല്ലാം ഇടയ്ക്ക് കയറി നിൽക്കുമ്പോൾ ഉണ്ട് ഒരു കമ്പി ഊരി താഴോട്ട് പോയി പൊട്ടിക്കിടക്കുന്നു. അപ്പം അങ്ങേര് കയ്യിൽ ഉറയൊന്നുമില്ല. അപ്പം അങ്ങേര് വിചാരിക്കുക, 40 വർഷമായിട്ട് ഞാൻ വിശ്വസ്തയോടെ KSEB സേവിക്കുന്ന ആളല്ലേ, ഇപ്രാവശ്യം ഞാൻ ഉറയിടാതെ ഒന്നെടുത്ത് വെച്ചേക്കാം. ഒരു പ്രാവശ്യം ഒന്ന് KSEB ക്ഷമിക്കുകയല്ലേ, കറണ്ട് ക്ഷമിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉറയില്ലാത്ത കൈകൊണ്ട് ആ കമ്പിയെ കയറി പിടിച്ചാൽ അപ്പോഴേ ആൾ പോകും. 40 വർഷമായിട്ട് ഞാൻ ഒരു കുരുത്തക്കേടും കാണിക്കാതെ ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ, ഞാൻ ഒരു ശകലം ഒന്ന് പ്രമാണം ലംഘിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പോഴേ തട്ട് കിട്ടും. തമ്പുരാൻ തട്ടുന്നതല്ല, മറ്റൊന്ന് നോക്കി നിൽക്കുകയാണ്. ഇതാണ് ദൈവഭയത്തിൻ്റെ മേഖല. ദൈവഭയം നമുക്ക് വേണം. എന്തിനാണ്? വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോൾ ഭയമെന്ന് പറഞ്ഞ ജാഗ്രത തരുന്ന വികാരമാണ്. നമുക്കതൊക്കെ ഭയമുണ്ട്, സ്വാഭാവികമായ തരത്തിൽ ഭയത്തിൻ്റെ വികാരമുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്നതാ? തളർത്തി കളയാനല്ല, ഓടിക്കാനല്ല, മറിച്ച് എന്താ? ആ
അപകട സാഹചര്യങ്ങൾ വരുമ്പോൾ അലേർട്ടാക്കാനാണ്. ജാഗ്രതയോടെ അപകടത്തെ ഒഴിവാക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വികാരമാണ് ഭയം. ദൈവഭയം എന്ന് പറയുന്നത് ദൈവത്തെ പേടിച്ച് നിർബന്ധമില്ലേ, സ്നേഹത്തിന് ഭയത്തിന് ഇടമില്ല. പിന്നെ ദൈവഭയം ഉണ്ടല്ലോ, അപ്പുറത്ത് പുണ്യമായിട്ടില്ലേ ദാനം, ദാനം ഉണ്ട്. ആ ദൈവഭയം എന്ന് പറയുന്നത് ഇങ്ങനെ പേടിച്ച് ഓടിപ്പിക്കുന്ന ഭയമല്ല, മറിച്ച് ഈ വൈദ്യുതിയിൽ ഇടപെടുമ്പം ഞാൻ അശ്രദ്ധമായിട്ട് ഒന്ന് കയറി പിടിച്ച് അപ്പോഴും തട്ട് കിട്ടും. അതറിയാവുന്ന വ്യക്തി ജാഗ്രതയോടെ പെരുമാറുന്നു. ഈശോ എപ്പോഴും പറയല്ലോ, ഭയപ്പെടരുത്, ജാഗരൂകരായിരിക്കുക, സൂക്ഷിക്കുക. കണ്ടോ, ഭയപ്പെടരുത്, ജാഗരൂകത. ആ ജാഗരൂകതയുടെ അനുഭവത്തിന് പറയുന്ന പേരാണ്, പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് ദൈവഭയം. പേടിയുടെ അല്ല, കരുതലിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഈ സക്കറിയായുടെ ദർശനത്തിൽ വായിക്കുമ്പോൾ പ്രധാന പുരോഹിതനാണ് ജോഷുവ. കർത്താവിൻ്റെ ആരാധിക്കുന്നയാളെ നാളുകളായിട്ട്. എന്നിട്ടും എവിടെയോ തമ്പുരാൻ്റെ മാർഗം വിട്ട് ചരിച്ചപ്പം സാത്താൻ വന്ന് കയറി അടുത്ത് നിൽക്കുക, ഇവൻ എൻ്റേതാണ്. കണ്ടോ, ഇവിടെ ഒന്ന് ഓർക്കണം, ഈ പ്രധാനപുരം ജോഷുവയുടെ പാപം എന്തായിരുന്നിരിക്കും? വലിയ പാപ്പ അല്ലെ ഫ്രാൻസിസ് മാർപ്പാപ്പ കുമ്പസാരിക്കാൻ പോകുമ്പം എന്ത് പാവം പറഞ്ഞായിരിക്കും കുമ്പസാരിക്കൂട്ടി പോയി നമ്മൾ ഒഴിഞ്ഞു നോക്കാൻ പോകണ്ട. എന്നാലും എന്തായിരിക്കും പറയുക? കള്ളു കുടിച്ചു, കൊലപാതകം നടത്തി, ഇത് വല്ലതും പറ്റുമോ? പാപം ചെയ്യാനുള്ളൊരു സാഹചര്യം പോലും ഇവർക്കില്ല. ആ അവസ്ഥയിൽ ഇല്ലേ? എങ്ങോട്ടിറങ്ങിയാലും മോൺസഞ്ഞവന്മാരും കഴുത്തനാളന്മാരും മീഡിയക്കാരും ചുറ്റും നിൽക്കുക. എവിടെ പോയി എന്നാ കുറുത്തക്കേട് കാണിക്കാനാണ്? കിടക്കുന്ന മുറിയുടെ വാതൊക്കെ പോലെ സ്വിസ് ഗാർഡുകൾ ഇങ്ങനെ നിൽക്കുക. എപ്പോൾ കഥ തുറന്നാലും അവിടെ ഗാർഡ് നിൽക്കുക. എവിടെ പോയി എന്നാ കുറുത്തക്കേട് കാണിക്കാനാ? ഇത് അന്നത്തെ പ്രധാന പുരോഹിതൻ്റെ അവസ്ഥ. വലിയ തലപ്പാവും നീണ്ട അങ്കിയും താടിയെല്ലാം ആയിട്ട് എവിടെ ചെന്നാലും എല്ലാവർക്കും അറിയാം പ്രധാന പുരോഹിതനാണ്ട് വരുന്നു. കണ്ടുപിടിക്കാൻ പോകാൻ പറ്റുമോ? അലമ്പണി തെറി പറയാൻ പറ്റുമോ? അയ്യോ, പറ്റത്തില്ല. അങ്ങനെ അതാ ടോപ്പ് ഫിഗർ കാണിക്കുന്നത്. എന്നിട്ട് സാത്താൻ വന്ന് നിൽക്കുന്നു. അപ്പം എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പാപം? എന്തോ പാപമുണ്ട്. എന്നതായിരിക്കും? ആ പടയെ ആരോടെങ്കിലും മനസ്സിൽ ഇച്ചിരി ഈർഷ്യ തോന്നി, അല്ലെ ഇച്ചിരി സുഖലോലുപതയിൽ ഇച്ചിരി, അല്ലെ ഇച്ചിരി ഭക്ഷണം കഴിച്ചപ്പോൾ ഇച്ചിരി അതിനകത്ത് ഇച്ചിരി ആസ്വാദം എടുത്തു, ഓവർ ഇച്ചിരി, അല്ലെങ്കിൽ പ്രാർത്ഥനാ കർമ്മങ്ങൾ ഇച്ചിരി അശ്രദ്ധ. ഇതൊക്കെ അല്ലാതെ എന്നതാ ഒരു പാപം ചെയ്യാൻ പറ്റുന്നത്? അത്രയും പാപം ഉണ്ടായിട്ട് പോലും സാത്താൻ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കാം, നമ്മുടെ അടുത്തൊക്കെ നിൽക്കുന്ന യുവന്മാരെ ഒരു ദർശനദൈവം കാണിച്ചു കൊടുത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു കാഴ്ച, എന്തായിരിക്കും കാണുക? ഇതെല്ലാം റിയാലിറ്റി തന്നെയാണ്. നമ്മൾ ദർശനവരെ ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ലെന്നേ ഉള്ളൂ. സംഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ജോഷുവയുടെ പക്കൽ പോലും നിസ്സാര പാപത്തിൻ്റെ പേര് സാത്താൻ അവകാശപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് വലിയ വചന വെളിപ്പെടുത്തലാണ്. അപ്പോൾ കുഞ്ഞു പാപങ്ങൾ പോലും നമുക്ക് സാരമില്ലെന്ന് വെക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. വ്യർത്ഥമായ ഓരോ വാക്കിനും ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി 12:36 പറഞ്ഞ നമ്മൾ ഓരോ വ്യർത്ഥ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ബൈബിളിലെ ദൈവം മഹോന്നതനായ ദൈവം സീനാമിൽ ഇറങ്ങി വരുമ്പോൾ മല പോലും ഇടുങ്ങി വിറച്ചു, എല്ലാവരും മൂട്ട വീണു, ഭയന്ന് വിറച്ചു. ആ ദൈവം പക്ഷേ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമാണ്. ചില്ലിക്കാശിൻ്റെ പഞ്ഞക്കണക്കല്ല, പരിപൂർണതര നിഷ്കർഷ പറയുന്ന തമ്പുരാൻ. അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടാതെ നീ പുറത്തു വരികയില്ല. ചില്ലിക്കാശിൻ്റെ പഞ്ഞക്കണക്കല്ല, പഞ്ഞത്തരമല്ല, പൂർണ്ണതയുടെ നിഷ്കർഷ ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ഫോഷ വിഡ്ഢി, തീ നരകത്തിന് അർഹനാകും ഉണ്ടോ, നേരെ മാക്സിമം അപകടം അയച്ചുകൊണ്ട് കാണിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന അഭംഗിയാകട്ടോ എന്നല്ല പറയുന്നത്, അങ്ങനെ വിളിക്കുന്ന അഭംഗിയാന്നല്ല. ഫോഷ വിഡ്ഢി എന്ന് വെറുപ്പോടെ ചിന്തിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ സാത്താൻ്റെ പിടുത്തമാണ്. വെറുപ്പ്, ദൈവത്തിൽ വെറുപ്പില്ല, സ്നേഹമാണ്. വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് ഫോഷ വിട്ടി പൊട്ടാന്നുള്ള സംസാരിക്കുമ്പം ഈശോ അതിനെ സ്വർഗത്തിലെ തമ്പുരാൻ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് മത്തായി 5 നമുക്കറിയാമല്ലോ, തീ നരകത്തിന് അർഹമാകും. അപ്പം അങ്ങനത്തെ മേഖല നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞു 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 കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം. ആസക്തിയുടെ നോട്ടം, അതയെന്നുള്ളത് അല്ല എന്നുള്ളത് അതയെന്ന് പറയുന്ന മത്തായി 5 തന്നെയാണല്ലോ പറയുന്നത്. അത് ദുഷ്ടനിൽ നിന്ന് വരുന്നു, അത് ഭംഗിയല്ലെന്നല്ല, ദുഷ്ടനിൽ നിന്ന് വരുന്നു ചെറിയ നുണ പോലും എന്ന് പറഞ്ഞിരിക്കാം. നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുവരുന്നിടത്ത് സക്കറിയ 3:8-9 വാക്യങ്ങൾ, പ്രധാന പുരോഹിതനായ ജോഷയും അവൻ്റെ മുമ്പിലിരിക്കുന്ന നല്ല ഭാവിയുടെ അടയാളങ്ങളായി അവൻ്റെ സ്നേഹിതരും കേൾക്കട്ടെ. എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. എന്തിനാ? ജോഷയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ലിൽ 7 മുഖമുള്ള ഒറ്റക്കല്ലിൽ ഞാൻ ഈ ലിഖിതം ആലേഖനം ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ ദേശത്തിൻ്റെ പാപം തുടച്ചു മാറ്റി സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു. ഏതാണ് ആ ഒറ്റ ദിവസം? ഏതാണ് ഈ ദാസൻ ശാഖ?
ഈശോയുടെ കുരിശിലെ ബലി. എൻ്റെ ദാസനായ ശാഖയെ ഞാൻ കൊണ്ടുവരും. ജസ്സയുടെ കുറ്റിയിൽ മുളച്ചു വന്ന ശാഖ ഈശോ. എന്തിനാണ് കൊണ്ടുവരുന്നത്? ഒറ്റ ദിവസം കൊണ്ട് ദേശത്തിൻ്റെ പാപം തുറച്ചു പറ്റും. ഇപ്പം ജോഷുവ പുരോഹിതൻ്റെ പാപം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു മാലാഖയെ കൊണ്ട് മാറ്റിച്ചു. അത് എപ്പോഴും നടക്കുന്ന കാര്യമല്ല. എല്ലാവരുടെയും പാപങ്ങൾ ഇങ്ങനെ മാലാഖമാരെ വിട്ട് മാറ്റുന്നുള്ളത് ശരിയല്ല, നീതിയല്ല. അവിടെ ഞാനൊരു പകരം മാലാഖ വിടുന്നതിന് പകരം എൻ്റെ ദാസനെ കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് പഴയ നിയമത്തിൻ്റെ അവസാനം എന്ന് ഓർക്കണം. എൻ്റെ ദാസനെ കൊണ്ടുവരാൻ പോവുകയാണ്. ആ ദാസൻ ഒറ്റ ദിവസം കൊണ്ട് മനുഷ്യർക്ക് മുഴുവൻ്റെയും പാപം തുടച്ചു മാറ്റും. എന്തിന്? സാത്താൻ്റെ സകല അവകാശം തീർക്കാൻ. ഇവിടെ കണ്ടോ, മാലാഖയെ അയച്ച് ജോഷുവൊക്കെ സാത്താൻ്റെ നിപ്പ് തൂത്ത് കളഞ്ഞു തമ്പുരാൻ. ഇതാണ് ദൈവത്തിൻ്റെ രക്ഷയുടെ ശൈലി. ഇത് പഴയ നിയമത്തിൻ്റെ അവസാന ആയപ്പത്തേക്ക് വ്യക്തതയിലേക്ക് വന്നു. അടുത്ത പുസ്തകം മലാക്കി എഴുതിയിട്ട് മത്തായിയുടെ സുവിശേഷം 1-21 വാക്യം ഈ ശാഖയെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. മത്തായി 1:21 യോസേപ്പിതാവിനുള്ള മംഗളവാർത്തയിൽ മാലാഖ പറയാണ്, ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കണ്ടോ, ജനം മുഴുവൻ്റെയും പാപം ഏറ്റെടുക്കുന്ന എൻ്റെ ദാസൻ ശാഖ. കണ്ടോ, പഴയ നിയമം അവസാനിക്കുന്നത് പുതിയ നിയമം ആരംഭിക്കുന്നത് കണ്ടോ. കറക്റ്റ് കണക്ഷൻ കിടക്കുകയാണ്. ശക്തമായ വെളിപ്പെടുത്തൽ നോക്കി, ശക്തമായ വെളിപ്പെടുത്തൽ. വീണ്ടും പറയുകയാണ്, ആ സമൂഹത്തിൽ അന്നത്തെ ഒരു കെട്ട തെമ്മാടിയെ കാണിച്ചിട്ടല്ല സാത്താൻ നിൽക്കുന്നത് ദൈവം വെളിപ്പെടുത്തുന്നത്. അന്നത്തെ യഹൂദ സമുദായത്തിലെ ടോപ്പ് മോസ്റ്റ് വിശുദ്ധ വ്യക്തിയെ തന്നെ കാണിച്ചിട്ടാണ് സാത്താൻ കാണിക്കുന്നത്. നിസ്സാര പാപത്തിൻ്റെ സാന്നിധ്യം പോലും പാപമാണ്, പിശാചിന് അവകാശമാണ്. അവനെ മാറ്റാൻ പറ്റിയല്ല. പാപം നീങ്ങാത്തടത്ത് നരകരാജ്യം മാറില്ല. ഈ ബോധ്യം നമ്മൾ എടുക്കണം. ഇത് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കണം. ഇത് നമ്മുടെ സ്വന്തം വിശേഷങ്ങളല്ല, തമ്പുരാൻ്റെ സുവിശേഷമാണ്.